ചൈനയും മോശം അഭിനേതാക്കളാണെന്നും ഇരു രാജ്യങ്ങളും റഷ്യൻ യുദ്ധയന്ത്രത്തിന് ഇന്ധനം നൽകുകയാണെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച വെറുമൊരു പ്രകടനം മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതോടെ അമേരിക്കയുടെ ഭയമാണ് പുറത്തുവരുന്നത്. കാരണം ഈ കൂട്ടുകെട്ട് അമേരിക്കയെ അത്രത്തോളം പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഒരു ദീർഘകാല യോഗമാണ്. ഇത് വെറും ഒരു പ്രകടനം മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അവരുടെ മൂല്യങ്ങൾ റഷ്യയുടേതിനേക്കാളും US-നോടും ചൈനയുടേതിനും വളരെ അടുത്താണ്. ഇന്ത്യയും ചൈനയും മോശം അഭിനേതാക്കളാണെന്നും ഇരു രാജ്യങ്ങളും റഷ്യൻ യുദ്ധയന്ത്രത്തിന് ഇന്ധനം നൽകുകയാണെന്നും ബെസന്റ് കുറ്റപ്പെടുത്തി. നികുതി പൂജ്യമായി കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ബെസന്റിന്റെ പ്രതികരണം. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ US-നും ഇന്ത്യയ്ക്കും കഴിയുമെന്നും സ്കോട്ട് ബെസന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. US-നും ഇന്ത്യയ്ക്കും ശക്തമായ അടിത്തറയുണ്ട്. രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്കും അവരുടെ ഭിന്നതകൾ പരിഹരിക്കാൻ കഴിയും. അതേസമയം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാരത്തെ ബെസന്റ് വിമർശിച്ചു. കുറഞ്ഞ വിലയിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതും പിന്നീട് ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ പുനർവിൽപ്പന നടത്തുന്നതും യുക്രൈനെതിരായ റഷ്യൻ യുദ്ധത്തിന് ധനസഹായം നൽകുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സമാധാന ചർച്ചകൾ നടന്നിട്ടും ആക്രമണങ്ങൾ വർദ്ധിച്ചതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ബെസന്റ് വിമർശിച്ചു. ഇന്ത്യ-US വ്യാപാര ബന്ധം ഒരു ദുരന്തമായിരുന്നുവെന്നും ഏകപക്ഷീയമായിരുന്നുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ വെട്ടിക്കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തതായി അവകാശപ്പെട്ടു. ഇന്ത്യ-US വ്യാപാരം ഞാൻ മനസ്സിലാക്കുന്നത് പോലെ വളരെ കുറച്ച് ആളുകൾക്ക് മനസ്സിലാവും. അവർ നമ്മളുമായി വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ നമുക്ക് വിൽക്കുന്നു. പക്ഷേ അവർക്ക് വളരെ കുറച്ച് മാത്രമേ നമ്മൾ വിൽക്കുന്നുള്ളൂ. ഇതുവരെ അതൊരു ഏകപക്ഷീയമായ ബന്ധമാണ്. മാത്രമല്ല, ഇന്ത്യ അവർക്ക് വേണ്ട എണ്ണയും സൈനിക ഉൽപ്പന്നങ്ങളും ഭൂരിഭാഗവും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. US-ൽ നിന്ന് അവർ വളരെ കുറച്ചേ വാങ്ങുന്നുള്ളൂ. ഇപ്പോൾ അവർ തീരുവകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറെ വൈകിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പേ അവർ അങ്ങനെ ചെയ്യണമായിരുന്നുവെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ട്രംപ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യക്കെതിരെ 50% തീരുവ ചുമത്തിയതിനെ ന്യായീകരിച്ചാണ് ട്രംപ് തിങ്കളാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ ഒഴിവാക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തുവെന്ന് വീണ്ടും അടിവരയിട്ട് പറയുകയായിരുന്നു ട്രംപ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.